എന്തായിരുന്നു ബേത്ലഹേമിൽ കണ്ട ആ നക്ഷത്രം? ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ബേത്ലഹേമിൽ കണ്ട ആ നക്ഷത്രത്തിൻ്റെ മിസ്റ്ററി, ആ ഒരു മർമ്മം മനുഷ്യ ചിന്തകളെ അതിശയിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും വേദപണ്ഡിതന്മാരും എല്ലാവരും 400-ൽ പരം ബുക്കുകളും പിന്നെ പല സ്കോളർലി ആയിട്ടുള്ള പേപ്പേഴ്സും ഒക്കെയും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഒരു വസ്തുത എക്സ്പ്ലെയിൻ ചെയ്യുവാൻ. എന്നാലും ഒരു സെൻട്രലായിട്ടുള്ള ഒരു ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. അന്ന് യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് വിദ്വാൻമാർ കണ്ട ആ നക്ഷത്രം യഥാർത്ഥത്തിൽ ഒബ്സർവബിളായിട്ടുള്ള ഒരു ആസ്ട്രോണമിക്കൽ ഇവൻ്റ്, അതായത് ആകാശങ്ങളിൽ നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു, പ്രത്യേകിച്ച് യഹൂദിയയുടെ ആകാശത്തിൻ്റെ മുകളിൽ. ഈ സന്ദേശത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയാണ് സയൻറ്റിഫിക്കായിട്ടുള്ള ഹൈപ്പോത്തിസിസും പിന്നെ അന്നത്തെ ആ ബൈബിൾ പ്രവചനവും ദൈവത്തിൻ്റെ അൺഫോൾഡിംഗ് ആയിട്ടുള്ള പ്ലാൻ, നിവൃത്തിയാക്കപ്പെട്ടു വരുന്ന ആ ഒരു പ്ലാനുമായിട്ടൊക്കെയുള്ള എല്ലാ കണക്ഷനും. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു ടെൻറ്റി. ബൈ ദ വേ, ഈ സന്ദേശവുമായിട്ട് ചേർന്ന് ചിന്തിക്കാവുന്ന മറ്റ് സന്ദേശങ്ങളുടെ ലിങ്കുകളും കൂടെ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് നാസ പ്ലാനറ്ററി സയൻറ്റിസ്റ്റ് മാർക്ക് മാറ്റ്നി ഒരു എക്സ്പ്ലനേഷൻ മുന്നോട്ട് വെച്ചു. അന്ന് കണ്ട ആ നക്ഷത്രം വളരെ പ്രകാശമുള്ള ഒരു വാൽ നക്ഷത്രമായിരിക്കാമെന്നും 5 BC-യിൽ ആകാശങ്ങളിൽ കണ്ട ഒരു വാൽ നക്ഷത്രമായിരുന്നുവെന്നും ഈവൻ പകൽ സമയത്ത് പോലും അതിനെ കാണാമായിരുന്നെന്നും പിന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ അത് ആകാശത്തിൽ സ്റ്റേഷനറിയായി, അതായത് സ്റ്റാൻഡിങ് സ്റ്റിൽ അവിടെ തന്നെ നിൽക്കുന്നതായിട്ടൊക്കെയും ഒരു സംഭവം നടന്നു എന്ന് താൻ ഒരു എക്സ്പ്ലനേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, വിദ്വാൻമാർ ഒരു പ്രത്യേക തരത്തിലുള്ള നക്ഷത്രത്തെ കണ്ടിട്ട് ചോദിക്കുക, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? നമ്മൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് നിന്ന് കണ്ടിട്ട് അവനെ കണ്ട് നമസ്കരിക്കുവാൻ, ആരാധിക്കുവാൻ വന്നിരിക്കുകയാണെന്ന്. പിന്നീട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്, ആ നക്ഷത്രം ബേത്ലഹേമിലേക്ക്, അവർക്ക് മുമ്പാകെ തന്നെ അവരെ നയിച്ചുകൊണ്ട് ബേത്ലഹേമിലേക്ക് പോവുകയും യേശുക്കുഞ്ഞ് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുകയും ചെയ്തു. അപ്രകാരമുള്ള ഒരു മൂവ്മെൻ്റ്, ഒരു പാത സാധാരണ നക്ഷത്രങ്ങൾക്കും പ്ലാനറ്റ്സിനും അൺയൂഷ്വലാണ്. അന്നത്തെ കാലത്ത് സ്റ്റാർ, നക്ഷത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിൽ കാണുന്ന ഏതൊരു വെളിച്ചവും അതിൽ ഉൾപ്പെട്ടിരുന്നു പ്ലാനറ്റ്സും പിന്നെ വാൽ നക്ഷത്രങ്ങളും ഒക്കെ. ഇപ്പം നാസ ആസ്ട്രോണോമർ മാർക്ക് മാറ്റ്നി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഹൈപ്പോത്തിസിസ് പ്രകാരം അന്ന് കണ്ട വാൽ നക്ഷത്രം അന്നത്തെ ചൈനീസ് ആസ്ട്രോണമിക്കൽ രേഖകളിൽ ഏകദേശം 5 BC-യിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണെന്ന് അദ്ദേഹം പറയുന്നു. ആ രേഖകൾ പ്രകാരം ഒബ്സർവേഴ്സ്, അതായത് അതിനെ വീക്ഷിച്ചവർ കണ്ടത് ആകാശത്തിൽ വളരെ പ്രകാശമുള്ള ഒരു വസ്തു 70 ദിവസത്തിൽ പരമായി ആകാശത്തിൽ അതിനെ കാണാമായിരുന്നു. വാൽ നക്ഷത്രത്തിൻ്റെ ഒരു ക്ലാസിക്കൽ അടയാളമാണത്. ഓർബിറ്റൽ സിമുലേഷൻ കാൽക്കുലേഷൻസും എല്ലാം ഉപയോഗിച്ച് മാറ്റ്നി കാണിക്കുന്നത് ആ വാൽ നക്ഷത്രത്തിൻ്റെ ആ പാത ഒരു പ്രത്യേക സമയത്ത് ഭൂമിയോട് ഏറ്റവും അടുത്ത് തന്നെ വന്നിരുന്നു. ഒത്തിരിയും ക്ലോസായി വന്നതും കൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് വളരെ സ്ലോ ആയി, ആ വാൽ നക്ഷത്രം വളരെ സ്ലോ ആയി, ചിലപ്പോൾ നിന്നിരിക്കുന്നത് പോലെയും തോന്നാം. ഇപ്രകാരമുള്ള ഒരു വിഷ്വൽ ബിഹേവിയർ, ആ കണ്ട കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധിക്കും മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ. അതായത് ആ വിദ്വാൻമാരെ ആ പാതയിലുടനീളം ഗൈഡ് ചെയ്ത, നയിച്ച വെളിച്ചവും ബേത്ലഹേമിൽ വന്ന് ആ നക്ഷത്രം നിന്നു എന്നുള്ളതും. മത്തായി 2-9-10 പറയുന്നത്, രാജാവ് പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ബേത്ലഹേമിലേക്ക് അടുത്ത ആ വിദ്വാൻമാർ അവർ കണ്ടത് യേശുക്കുഞ്ഞ് എവിടെയായിരുന്നോ ആ ഭവനത്തിൽ അതിൻ്റെ മുകളിൽ വന്ന് ഈ നക്ഷത്രം നിൽക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. അപ്പോൾ പിന്നെ ആരാണ് ഈ വിദ്വാൻമാർ? ഈ വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ സ്കോളർ ആസ്ട്രോണമേഴ്സ്, പണ്ഡിതന്മാരായിട്ടുള്ള ആസ്ട്രോണമേഴ്സ്, ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു സയൻസിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തവർ. കിഴക്ക് നിന്നാണ് അവർ വന്നത്. പ്രോബബ്ലി ബാബിലോണിൽ ഏറ്റവും സാധ്യതയുള്ളത് പേർഷ്യയുടെ ഭാഗത്തുനിന്ന്. അവർക്ക് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആസ്ട്രോണമിക്കലായിട്ടുള്ള അറിവുണ്ടായിരുന്നു. ആ വാക്ക് മജായ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മജായ് അല്ലെങ്കിൽ വിദ്വാൻമാരെന്ന് പറയുന്ന റെഫർ ചെയ്യുന്നത് തന്നെ ജ്ഞാനികൾ, ആസ്ട്രോണമേഴ്സ്, പിന്നെ നക്ഷത്രത്തിനെ പറ്റി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുന്നവർ, പുരോഹിതന്മാർ,
ഫിലോസഫർ, സയൻറ്റിസ്റ്റ്, ഇപ്രകാരം ആകാശങ്ങളെയൊക്കെ പഠിക്കുന്നവർ, അതെല്ലാം ഈ മജായി, ഈ വിദ്വാൻമാർ എന്നുള്ള ആ കാറ്റഗറി വരും. പിന്നെ തിരുവെഴുത്തിൽ നിന്ന് നമുക്കറിയാം, ദാനിയേൽ പ്രവാചകൻ, യഹൂദ പ്രവാചകൻ, ബാബിലോണിലെ കോട്ട്സിലായിരുന്നു താൻ സേവിച്ചത്. അവിടെയും ജ്ഞാനികളുടെ തലവനായി ഈ ദാനിയേൽ റൈസ് ചെയ്ത് ഉയർന്നു വന്നു. തൻ്റെ ആ സ്വാധീനവും യഹൂദ പ്രവചനമൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഈ വിദ്വാൻമാരെ പോലുള്ളവർക്ക് പഴയ നിയമ മെശിഹായെപ്പറ്റിയുള്ള പ്രവചനങ്ങളെല്ലാം അവർക്കും അറിയാമായിരുന്നു. ഈ വിദ്വാൻമാരെ കണ്ടിരുന്നത് തന്നെ കിങ് മേക്കേഴ്സ്, ആരാണോ ഇനി അധികാരത്തിലേക്ക് വരേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവരായിരുന്നു ഈ വിദ്വാൻമാർ. അതുകൊണ്ടാണ് ഹേരോദ് രാജാവിനെ കണ്ട് അവർ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഹേരോദ് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. കാരണം ഹേരോദായിരുന്നില്ല ആ സമയത്ത് ഒരു രാജാവിനെ പോലെ യഹൂദിയെ ഭരിച്ചിരുന്നത്. അപ്പോൾ യഹൂദരുടെ രാജാവായി പിറന്നവനെന്ന് പറയുമ്പോൾ ഹേരോദിൻ്റെ സ്വഭാവം അറിയാവുന്നവർക്കറിയാം, ഹേരോദിന് അപ്പോഴത്തേക്കും അസ്വസ്ഥനായി. അപ്പോൾ ഇപ്രകാരം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആകാശത്തിലുള്ള ഒരു സംഭവം സംഭവിക്കുമ്പോൾ ഈ വിദ്വാൻമാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് അവരുടെ ആസ്ട്രോണമിക്കലായിട്ടുള്ള അറിവും അതിൻ്റെ കൂടെ യഹൂദ പാരമ്പര്യമായിട്ടുള്ള പ്രവചനങ്ങളുടെ എല്ലാത്തിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ്, അതിൽ നിന്നെല്ലാം കൂടെ ഒരുമിച്ചാണ് അവർക്ക് ആ ഒരു സംഭവത്തെ അവർ വ്യാഖ്യാനിച്ചത്. അപ്പോൾ പിന്നെ ഇവിടെ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബെലയാമിൻ്റെ നക്ഷത്രത്തെക്കുറിച്ചുള്ള പ്രവചനം. ഈ നക്ഷത്രത്തെപ്പറ്റിയുള്ള പ്രവചന പാരമ്പര്യങ്ങളിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ബെലയാമിൻ്റെ പ്രവചനം. ബിയോറിൻ്റെ മകനായ ബെലയാം താൻ ഒരു ഇസ്രയേലിയനല്ലായിരുന്നു, ഇസ്രയേലിൻ്റെ സർക്കിളിൻ്റെ പുറത്തു നിന്നുള്ള ഒരുത്തനായിരുന്നു. അവൻ ജാതീയനായിരുന്നു, മെസ്സപ്പൊട്ടാമിയയിലായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. അവൻ ഭാവിയൊക്കെ പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. തന്നെ മോവാബിൻ്റെ രാജാവായ ബാലാക്ക് ഹയർ ചെയ്തു. എന്തിനാണ്? ഇസ്രായേൽ മക്കളെ ശപിക്കണം. ഇസ്രായേൽ മക്കൾ ആ സമയത്ത് ബാലാക്കിൻ്റെ അതിർത്തിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരെ ശപിക്കണം. പക്ഷേ ദൈവം അവിടെ ഇടപെടുകയും ഈ ബെലയാം പ്രവാചകനെ കൊണ്ട് ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിപ്പിക്കുന്നതുമാണ് നമ്മൾ വായിക്കുന്നത്. സംഖ്യാപുസ്തകം 24:17 നമ്മൾ വായിക്കുന്നത്, ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലതാനും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ഈ വാക്യം സാധാരണയായി പറയുന്നത് സ്റ്റാർ പ്രോഫസി, നക്ഷത്രത്തെ പറ്റിയുള്ള പ്രവചനം. അതിനെ അന്നത്തെ സമയത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് വരുവാൻ പോകുന്ന ശക്തനായിട്ടുള്ള ഒരു രാജാവ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രവചനം നൽകിയതാണെങ്കിലും പിന്നീട് ആ പ്രവചനത്തെ ഇസ്രായേലിൽ വരുവാൻ പോകുന്ന മശിഹയുമായിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. ഇനിയിപ്പം ദാനിയേലിൻ്റെ സ്വാധീനം ഈ വിദ്വാൻമാരുടെ മേൽ നമ്മൾ നോക്കുകയാണെങ്കിലോ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ സമയത്ത് ആ ജ്ഞാനികളുടെ തലവനായിട്ടുള്ള ആ ലെവലിലേക്ക് ദാനിയേൽ ഉയർന്നു. താന് ഈ ജാതീക പണ്ഡിതന്മാർക്ക്, ഈ വിദ്വാൻമാരെ പോലുള്ളവർക്ക് യഹൂദ പ്രവചനം അവരെയും പഠിപ്പിച്ചു കാണും. മിശിഹയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അതിലുൾപ്പെടും. ബെലയാമിൻ്റെ ഈ സ്റ്റാർ പ്രോഫസി, നക്ഷത്രത്തെ പറ്റിയുള്ള പ്രവചനം, അതും അവർക്കറിയാമായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് വിദ്വാൻമാർ ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവർ ഊഹിക്കുകയല്ലായിരുന്നു, അവർ കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രവചനത്തെ വ്യാഖ്യാനിക്കുകയായിരുന്നു. ആ വിദ്വാൻമാരെ സംബന്ധിച്ചിടത്തോളം ദാനിയേലിൻ്റെ ആ ടീച്ചിങ്സ്, ആ പഠിപ്പിക്കലുകളെല്ലാം അവരെ സഹായിച്ചിരുന്നിരിക്കണം. ഈ നക്ഷത്രം ഉദിക്കുമ്പോൾ അതെന്തായിരിക്കും സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ അവർക്കപ്പോൾ സാധിച്ചിരുന്നു. അവർ ആകാശത്തിലൊരു വെളിച്ചം മാത്രമല്ല കണ്ടത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുമായിട്ട് കണക്റ്റായിരിക്കുന്ന ഒരു അടയാളത്തെയാണ് അവർ കണ്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, മെശിഹായെ പറ്റിയുള്ള പ്രവചനത്തിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ടൈം ലൈൻ തന്നെ. പ്രത്യേകിച്ച് ആ 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മെശിഹ എപ്പോഴാണ് ഈ ലോകത്തിൻ്റെ സ്റ്റേജിലേക്ക് വരുന്നതെന്ന്. സങ്കീർത്തനം 19:1 പറയുന്നത് പോലെ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. യെശയ്യാവ് 60:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ജാതികൾ ഇസ്രയേലിൻ്റെ വെളിച്ചത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടും. വിദ്വാൻമാർ ജാതികളായിരുന്നു, അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ നയിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വാഗ്ദത്തം, അതായത് ജാതികൾ ഇസ്രയേലിൻ്റെ വെളിച്ചത്തിലേക്ക് വരും എന്നുള്ളതിൻ്റെ നിവൃത്തീകരണത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ആ നക്ഷത്രം സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു അടയാളം, ഒരു സൈൻ ആയിരുന്നെങ്കിലോ, ഇനി അല്ല ഒരു അസാധാരണമായിട്ടുള്ള ഒരു വാൽനക്ഷത്രമായിരുന്നെങ്കിലോ, ഇനി ഇത് രണ്ടുമായിരുന്നെങ്കിലും ആ ബേത്ലഹേമിൽ കണ്ട ആ നക്ഷത്രം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സിമ്പലാണ്. യേശുവാണ് ലോകത്തിൻ്റെ വെളിച്ചം.
ആ വെളിച്ചമാണ് ഈ ദൂരെ നിന്നുള്ള സ്ഥലത്ത് നിന്നുള്ളവരെ പോലും സത്യാന്വേഷികളായിട്ടുള്ളവരെ യേശുവിലേക്ക് ആകർഷിക്കുകയും യേശുവിനെ നമസ്കരിക്കുവാൻ അവർ വന്നതും. ഈ വിദ്വാൻമാരെ പറ്റി നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർ എത്ര പേരായിരുന്നു? അവർ കൊണ്ടുവന്ന ഗിഫ്റ്റുകളോ? അവർ 3 പേരായിരുന്നോ? അതോ അതിൽ കൂടുതൽ പേരുണ്ടായിരുന്നോ? അവരും ഇടയന്മാരും ഒരേ സമയമാണോ വന്നത് യഥാർത്ഥത്തിൽ? എന്താണ് ആ സംഭവത്തിലെ ആഴമേറിയ മർമ്മം? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കാണുക. ഇനി എങ്ങനെയാണ് ഇസ്രയേൽ ജാതികൾക്ക് വെളിച്ചമാവുന്നതും പിന്നീട് എങ്ങനെയാണ് ഇസ്രയേലിൽ നിന്ന് വരുന്ന യേശു ജാതികൾക്ക് വെളിച്ചമായിരിക്കുന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കാണുക. സോ സീ യു ദെയർ. ഗോഡ് ബ്ലെസ്.